ഹലോ. അപ്പോൾ നമ്മൾ ഒരു 2 മാസമായിട്ട് ഒരു ഐറ്റത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. നിങ്ങളെപ്പോലെ ഞാനും. നിങ്ങൾ കുറേ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഐറ്റം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകണേ. ഒളിപ്പിച്ച് പിടിക്കണം കേട്ടോ. 1 മിനിറ്റ് വെയിറ്റ്. ഇതാ നിങ്ങൾ വിചാരിക്കണ്ടോ? എന്നതല്ല, അതിൻ്റെ റിമോട്ടും അല്ല. ആൾ വരുന്നുണ്ട്. പച്ച കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മൾ 2 മാസമായിട്ട് കാത്തിരുന്ന ഐറ്റം. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ നിങ്ങളെ ഫേസ് നിർത്താം. എങ്ങനെയുണ്ട്? നമ്മുടെ 2 മാസത്തെ കഷ്ടപ്പാടാണ്. കൊള്ളാവും. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളോരോ കമൻറ്റുകളാണ് നമ്മുടെ അടുത്ത വീഡിയോക്കുള്ള പ്രചോദനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഷോട്ടുകൾ കണ്ടാലോ. ഇതിന് ഇൻഡെറ്റെയിൽ വീഡിയോസ് വല്ലതും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറഞ്ഞാൽ മതി, അത് നമ്മൾ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് എന്തൊക്കെയാണ് കാണണമെങ്കിൽ അതും കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്താണ് ഈ നമ്മുടെ ഡോർ ഹിഞ്ച് സ്റ്റെപ്പ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്നോർക്കൽ, അതുപോലെ നമ്മുടെ വിഞ്ച്, ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായങ്ങളാണ്. അത് നമ്മൾ അതുപോലെ ചെയ്തെടുത്തേക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ നമ്മളത് ചെയ്ത് കാണിക്കും. നമുക്ക് കുറച്ച് പ്ലാനുകളുണ്ട് ഇതിൻ്റെ വണ്ടിയിൽ. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ അപ്പുറത്തല്ലല്ലോ നമ്മുടെ അഭിപ്രായം. വണ്ടിക്കകത്ത് കുറച്ച് ചെയ്തേക്കുന്ന കുറച്ച് ഡീറ്റെയിൽസുകൾ ഉണ്ടല്ലോ. നമ്മൾ ഈ വണ്ടിക്കകത്ത് ചെയ്തേക്കുന്ന 2 ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഹെഡ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് 2 ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, പിന്നെ ഒരു ബ്രേക്ക് ലൈറ്റും കൂടെ ഉണ്ട് കേട്ടോ. എക്സ്ട്രാ ചെയ്ത ഒരു രസം ഉണ്ടായിരുന്നു, വണ്ടിക്കുള്ളതാണ്. പിന്നെ എൻ്റെ പുറകിലത്തെ സ്റ്റെപ്പിന് ടയർ, ഇതൊക്കെ ഷോർട്സ് വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തെളിച്ച് നോക്കിയാലോ. ഈ പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്ന അറിയത്തില്ല. രാത്രിക്ക് നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഹെഡ്ലൈറ്റും എല്ലാം കൂടെ എത്തുന്നത്. ഈ ഹെഡ്ലൈറ്റ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ്, ഇതിന് 3 മോഡുണ്ട്. ഇതിപ്പോൾ ഏറ്റവും സ്പീഡ് കൂടിയ മോഡലാണ് ഇൻഡിക്കേറ്റർ ഇപ്പോൾ കത്തുന്നത്. ഇതിപ്പോൾ സ്പീഡ് കുറഞ്ഞു, ഇനി അത് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിനും അതുപോലെ തന്നെയുണ്ട്. ഹെഡ്ലൈറ്റ് കത്തി നിൽക്കും, സ്പീഡിൽ മിന്നും. അതുപോലെ തന്നെ സെക്കൻഡ് സ്പീഡ് സ്റ്റാറ്റിക്. ഈ ബാക്ക് സൈഡിൽ കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് ഒരു ധാരണയില്ല. രാത്രിക്ക് കാണിച്ചു തരാം. ഇപ്പം കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? നമ്മൾ വണ്ടി ചെയ്തേക്കുന്ന മൊത്തം PVC-യിലാണ്. PVC എന്ന് പറഞ്ഞാൽ നമ്മുടെ PVC പൈപ്പ് മുറിച്ച് കീറി ഷീറ്റാക്കി അങ്ങനെ അതിൻ്റെ ബോഡി ചെയ്തേക്കുന്നത്. നമ്മൾ വണ്ടിക്ക് സ്വന്തമായിട്ടൊരു ആദ്യം ചാസി ചെയ്തിരുന്നു. പക്ഷേ അതിന് ചെറിയ ഫെയിലിയറുകൾ, അതായത് ഷോക്ക് ഓബ്സറിൻ്റെ അവിടെ നിന്നുള്ള ചെറിയ പ്രശ്നം, അങ്ങനെ കുറച്ച് കാരണങ്ങൾ കാരണം അത് നമ്മൾ ഒഴിവാക്കി വിട്ടു. നമ്മളൊരു ക്രൗളറിൻ്റെ ബോഡി എടുത്തേക്കുന്നത്. അത് മോഡിഫൈ ചെയ്ത് നീളം കൂട്ടി ഇതിലേക്ക് ചെയ്യാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം 32 സെൻറ്റിമീറ്റർ നീളവും 14 സെൻറ്റിമീറ്റർ നീളം ഉണ്ട് വണ്ടിക്ക്. ഈ നീളം പോട്ടെ, വീതി. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.